ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലും വന്നിരിക്കുന്നത്. ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾ എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്ന് ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് കൺഫേം ആയിട്ട് നമ്മൾ അറിഞ്ഞ ചില കണ്ടസ്റ്റൻസിന്റെ പേരുകളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബിഗ് ബോസ് സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഏകദേശം ഒരു 500-1000 വരുന്ന വ്യക്തികളെയൊക്കെ വിളിച്ചിട്ടാണ് അതിൽ നിന്ന് ഏറ്റവും മൈന്യൂട്ടായിട്ട് ഏറ്റവും ടാലന്റഡ് ആണെന്ന് പറയുന്ന ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സിന് മനസ്സിലാകുന്ന 20 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സെലക്ഷൻ പ്രൊസീജിയറാണ് ബിഗ് ബോസിൻ്റെത്. അപ്പോൾ ആ ഒരു സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്ന ആ ഒരു ഓഡീഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത ചില വ്യക്തികളുടെ പേരും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരിൽ പലരും ഇനി സെലക്ട് ആവാനും റിജക്റ്റ് ആവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലിസ്റ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേരുകൾ ഈ പറയുന്ന ലിസ്റ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ഈ പറയുന്ന ലിസ്റ്റിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചിട്ട് വരാം. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് സിനിമ സീരിയൽ താരവും സ്റ്റാർ മാജിക് ഫെയിമുമായിട്ടുള്ള ഒരു ആക്ട്രസ് ആയിട്ടുള്ള അനുമോളിന്റെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ പേര് സ്റ്റാർ മാജിക് ഫെയിമും ഒരു മലയാളം മൂവി ആക്ടർ ആയിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ സീസൺ 1 മുതലേ ഒരു ഓഡീഷൻ കോളും കാര്യങ്ങളൊക്കെ വരുന്നൊരു വ്യക്തിയാണ്. ഈ പറയുന്ന ബിനീഷ് ബാസ്റ്റിന്റെയും ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് കളരി ട്രെയിനറും മാർഷൽ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഒരു ഡാൻസറും മോഡലുമായിട്ടുള്ള ആതിരയുടെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഈ പറയുന്ന ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് ഏഷ്യാനെറ്റ് സീരിയൽ താരമായിട്ടുള്ള ഇഷാനിയും ഈ പറയുന്ന പോലെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ഒരുപാട് ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ കോൺട്രവേഴ്സിയും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒരു ഫെയിം ആയിട്ടുള്ളൊരു ആങ്കറും അതുപോലെ തന്നെ ഒരു മോഡലും ആയിട്ടുള്ള റോഹൻ ലോണ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ റോഹൻ ലോണയെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി പറയുന്നത് RJ ആയിട്ടുള്ള ലാലു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ പേര് ആകാശ് അഖിലേഷ്. നിങ്ങൾ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കണ്ടു കാണും. ഒരു എക്കോ ഫ്രണ്ട്ലി ഫാമർ ആണ്, അതുപോലെ തന്നെ ഒരു യങ് ഓൺട്രപ്രണർ ആണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രൊഡക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആകാശ് അഖിലേഷിന്റെയും സീസൺ 7 ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി പറയുന്നത് നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള സുധിച്ചേട്ടന്റെ ഭാര്യയും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലേക്ക് വീഡിയോ താരമായിട്ടുള്ള ഒരു കോൺട്രവേഴ്സി താരമായിട്ടുള്ള രേണുസുധിയുടെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി lesbian കപ്പിൾസ് ആയിട്ടുള്ള ആദിലയും ഫാത്തിമയൊക്കെ നിങ്ങൾ ഒരുപാട് പ്രൊഡക്ഷൻ ലിസ്റ്റിൽ കണ്ടു കാണും. ആദിലയുടെയും ഫാത്തിമയുടെയും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ടൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചിന്ത അബ്ദുൾ സമദിന്റെ ഒരു ചാനലിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്താസ് വ്ലോഗ്സ് എന്നാണ്. ഈ പറയുന്ന പുള്ളിക്കാരൻ ബിഗ് ബോസിന്റെയൊക്കെ റിവ്യൂ ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ പറയുന്ന ചിന്ത അബ്ദുൾ സമദിന്റെയും ഈ പറയുന്ന ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 12ാമതായിട്ട് പറയാനുള്ളത് ശരത് ജോയ് ഒരു യൂട്യൂബർ ആണ്, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും ശരത്തിന്റെ വീഡിയോസ്. പുള്ളിക്കാരൻ്റെയും ഈ പറയുന്ന ബിഗ് ബോസ് 7 ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ ഒരു ആക്ടറും ഡയറക്ടറുമായിട്ടുള്ള റിയാസ് മുഹമ്മദ് ഒരു സിനിമാ സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെയും ഈ പറയുന്ന ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 14ാമതായിട്ട് പറയുന്നത് അജു ജേക്കബ് നമ്മുടെ സീസൺ 6 അഭിഷേക് ശ്രീകുമാറൊക്കെ വന്നതുപോലെ ഒരു ആന്റി LGBTQ കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നൊരു വ്യക്തിയായിട്ട് വരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അജു ജേക്കബിനെയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു പേരാണ്. ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി പറയുന്നത് അരുൺ നായർ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അരുൺ നായരെ ഈ പറയുന്ന ബിഗ് ബോസ് 6 വിളിച്ചിട്ടുണ്ടായിരുന്നു. സീസൺ 7 ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് നോക്കാം.
അടുത്തതായി പറയുന്നത് ഒരു സിനിമാ സംവിധായകനും ഒരു സിനിമ ആക്ടറും ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററും എല്ലാമായിട്ടുള്ള ഡെനോയ് പൗലോസ്. ഒരുപാട് സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഡെനോയ് പൗലോസിനെയും ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി പറയുന്നത് ആക്ട്രസും മോഡലുമായിട്ടുള്ള ആരതി. നിങ്ങൾ അധികം കേട്ട് കാണില്ല. ആരതി എന്ന് പറയുന്ന ഒരു ആക്ട്രസും ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി 18ാമതായിട്ട് പറയുന്നത് നാഷിദ് നൗഷാദ് ഒരു ആക്ടറാണ്. ഈ പറഞ്ഞ പോലെ കുറച്ചധികം സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നാഷിദ് നൗഷാദിന്റെയും ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 19ാമതായിട്ട് പറയുന്നത് ബബിത ബബി, ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റർ ആണ്. പുള്ളിക്കാരത്തിയുടെയും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി പറയുന്നത് ഒരു സിംഗർ ആയിട്ടുള്ള ഇഷാൻ ദേവും നിങ്ങൾ അധികം പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും കണ്ടു കാണില്ല. ഒരു സിംഗറും അതുപോലെ തന്നെ ഒരു പാട്ട് എഴുത്തുകാരനൊക്കെയാണ്. പുള്ളിക്കാരൻ്റെയും ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 21ാമതായിട്ട് പറയുന്നത് ഗ്ലാമി ഗംഗ ഒരു ബ്യൂട്ടി വ്ളോഗർ ആണ്. യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു കാണും. അതുപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ഒരു പേരാണ് ഈ പറയുന്ന ഗ്ലാമി ഗംഗ. അപ്പോൾ തീർച്ചയായിട്ടും ഗ്ലാമി ഗംഗയുടെയും ഫസ്റ്റ് ലെവൽ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് ഈ പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായിട്ട് 22ാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റ് സീരിയലിൽ ഒരു ഈ പറയുന്ന ഒരു സീനിയർ ആക്ട്രസ് ആയിട്ടുള്ള നീന കുറുപ്പ് ഇപ്പോൾ പത്തരമാറ്റം എന്ന് പറഞ്ഞൊരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തിയുടെയും ഒരു ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 23ാമതായിട്ട് പറയുന്നത് പ്രവീൺ, നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു എന്ന പേരിലുള്ള പ്രവീണെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. സീസൺ 6 ഏകദേശം കൺഫേം ആയൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ ഒരു റീസൺ കൊണ്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു. സീസൺ 7 ഇപ്പോൾ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 24ാമതായിട്ട് പറയുന്നത് ഏഷ്യാനെറ്റ് സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ശാലു കുര്യൻ, നമ്മുടെ ചന്ദനമഴ സീരിയൽ ഫെയിമാണ്. പുള്ളിക്കാരത്തി ഒരു ഡാൻസർ കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ട് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായി ഒരു ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റും ഒരു ടീച്ചറൊക്കെ ആയിട്ടുള്ള നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ ഒരുപാട് പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടു കാണും. അപാര ടോക്കിംഗ് സെൻസൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ശ്രീലക്ഷ്മി അറക്കലും ഈ പറയുന്ന പോലെ ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തതായിട്ടാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 25 പേരടങ്ങുന്ന ഒരു ലിസ്റ്റാണ് ഇപ്പോൾ നമ്മൾ പങ്കുവച്ചത്. നമ്മൾ ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവരും ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. സെലക്ട് ആവാനും റിജക്റ്റ് ആവാനുമുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ബിഗ് ബോസിന്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആദ്യം ഒരു വീഡിയോ കോൺഫറൻസ്, പിന്നീട് നേരിട്ടുള്ള ഇന്റർവ്യൂ, പിന്നീട് ആ ഒരു വീഡിയോയും ഈ പറയുന്ന നേരിട്ടുള്ള റെക്കോർഡഡ് സെക്ഷനിൽ ഇരിക്കുന്ന ഇന്റർവ്യൂവും പിന്നീട് ഈ പറയുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ആ ഒരു കണ്ടസ്റ്റൻസിന്റെ ടാലന്റ് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പറയുന്ന സീസണിലേക്ക് ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സെലക്ഷൻ പ്രൊസീജിയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തികൾക്ക് ഫസ്റ്റ് ലെവൽ ഓഡീഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് സെലക്ഷൻ കിട്ടണമെന്നില്ല. ഈ പറയുന്ന ലിസ്റ്റിലുള്ള പലരും ഇതിന് മുന്നുള്ള സീസണുകളിലും പല ഓഡീഷൻ ഘട്ടങ്ങളും കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം കൺഫേമിലേക്കൊക്കെ പോയിട്ടുള്ള കണ്ടസ്റ്റൻസും ഈ പറയുന്ന ലിസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരൊക്കെ ആ ഒരു സമയത്ത് പല കാരണങ്ങൾ കൊണ്ട് പുറത്താവുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും അങ്ങനെ സംഭവിച്ചുകൂടാന്നൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആയിട്ട് മാത്രം കാണുക. ഇതിനകത്തുള്ള പലർക്കും ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട വ്യക്തികളുമാണ്. ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വേറെ പല കണ്ടസ്റ്റൻസിനും ഓഡീഷനും കാര്യങ്ങളൊക്കെ പോകും. അവരെയൊക്കെ ഫസ്റ്റ് ലെവൽ ഓഡീഷനും അതുപോലെ തന്നെ നേരിട്ടുള്ള ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോയി സെലക്ട് ആവാനായിട്ട് പറ്റിയ മറ്റുള്ള വ്യക്തികളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരൊക്കെ ആയിരിക്കും ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 വരാൻ പോകുന്നതെന്ന്. കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ്. എന്തുകൊണ്ടും നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് ഈ ഒരു സീസൺ ഹോസ്റ്റ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ഇത് എല്ലാവരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അധികം കോമാളി തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആവുന്ന വ്യക്തികളെയൊന്നും ഈ പ്രാവശ്യം അധികം അങ്ങോട്ട് കയറി ബിഗ് ബോസ് വിളിക്കില്ല. അതുപോലെ തന്നെ പുതിയ സെറ്റും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആയിട്ട് മാറിയപ്പോൾ അതിന്റെ മാറ്റങ്ങളും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പുതുപുത്തൻ സീസണാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും വരാനായിട്ട് പോകുന്നതെന്ന്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവരെയും
ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.